ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. നമ്മൾ സാമൂഹ്യശാസ്ത്രം 5ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ഞാൻ ഈ ബി ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഭക്ഷ്യ ദിനാചരണത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി പ്രധാന ആശയങ്ങൾ എഴുതുക. അല്ലേ, ഭക്ഷ്യ ദിനാചരണം എന്താണ് നമ്മൾ പഠിച്ചു, ഒക്ടോബർ 16 അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയുള്ള ആശയങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആശയം എന്താ നോക്കാം. ഭക്ഷണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ്. എല്ലാവർക്കും മതിയായ ഭക്ഷണം ലഭിക്കണമെന്ന് ഉറപ്പാക്കുക സമൂഹത്തിൻ്റെ കടമയാണ്. ലോകത്ത് ഇന്നും കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലാണ്. ഭക്ഷണം പാഴാക്കുന്നത് വലിയൊരു കുറ്റമാണ്, അല്ലേ. അപ്പോൾ ഭക്ഷണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്, അല്ലേ. ഇതെല്ലാമാണ് നമ്മൾ ഒരു പ്രസംഗം പറയുമ്പോൾ നമ്മൾ ആശയങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഭക്ഷണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ്. എല്ലാവർക്കും മതിയായ ഭക്ഷണം ലഭിക്കണമെന്ന് ഉറപ്പാക്കുക സമൂഹത്തിൻ്റെ കടമയാണ്. ലോകത്ത് ഇന്നും കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലാണ്. ഭക്ഷണം പാഴാക്കുന്നത് വലിയൊരു കുറ്റമാണ്, അല്ലേ. അപ്പോൾ ഒക്ടോബർ 16 ആചരിക്കുന്ന ലോക ഭക്ഷ്യ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭക്ഷണം എല്ലാവർക്കും അവകാശമാണെന്നും ഭക്ഷണം പാഴാക്കാതെ സൂക്ഷിക്കണമെന്നും കർഷകരുടെ പരിശ്രമത്തെ മാനിക്കണമെന്നുമാണ് നമ്മൾ ഒക്ടോബർ 16 ആചരിക്കുന്ന ലോക ഭക്ഷ്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പട്ടിണിയില്ലാത്തൊരു ലോകം സൃഷ്ടിക്കാനാണ് ഭക്ഷ്യ ദിനാചരണത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ്? പട്ടിണിയില്ലാത്തൊരു ലോകം. അപ്പോൾ ഇത് എന്തായാലും എഴുതണം. പട്ടിണിയില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്. അപ്പോൾ ഈ ആശയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തേൻ്റെ എ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തേൻ്റെ ബി പാർട്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബി പാർട്ടിൽ എ നോക്കാം. പീലിയുടെ ഗ്രാമം എന്ന യൂണിറ്റിലെ മീനുവിനെ പരിചയപ്പെട്ടല്ലോ. പീലിയുടെ കൂട്ടുകാരെ പോലെ വ്യത്യസ്തത സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ടല്ലോ. നമ്മുടെ സന്തോഷ സന്ദർഭങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് പറഞ്ഞത്? ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പീലിയുടെ ഗ്രാമം എന്ന പറഞ്ഞ യൂണിറ്റ് നന്നായിട്ട് വായിക്കേണ്ടതുണ്ട് കേട്ടോ. ഒരു കുറിപ്പ് എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കുറിപ്പ് എങ്ങനെയാണ്? പീലിയുടെ ഗ്രാമത്തിലുള്ള കൂട്ടുകാരെ പോലെ വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സന്തോഷ സന്ദർഭങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടേണ്ട ആവശ്യമില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കുറിപ്പ് നോക്കാം. അപ്പോൾ കുറിപ്പിൽ എന്താണ് പറയുക? പീലിയുടെ ഗ്രാമം നമ്മെ പഠിപ്പിക്കുന്നത് സമൂഹത്തിൽ എല്ലാവരും ഒരേ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നില്ല എന്നതാണ്, അല്ലേ. സമൂഹത്തിൽ എല്ലാവരും ഒരേ സാഹചര്യത്തിലല്ല ജീവിക്കുന്നത് എന്നാണ്. ചിലർക്ക് സൗകര്യങ്ങൾ കൂടുതലായിരിക്കും, ചിലർക്കോ കുറവായിരിക്കും. അതിനാൽ നമ്മൾ എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയും കാണിക്കണം. സഹജീവിതമാണ് നല്ല സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരു കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരേ സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. ചിലർക്ക് നല്ല സൗകര്യങ്ങൾ കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അതിനാൽ എല്ലാവരും സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും അവരോട് സ്നേഹവും സഹാനുഭൂതിയും കാണിക്കണമെന്നാണ് നമുക്ക് പീലിയുടെ ഗ്രാമം എന്ന് പറഞ്ഞ പാഠം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അല്ലേ. അപ്പോൾ സഹജീവിതമാണ് നല്ല സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എങ്ങനെയാണ് ഒരു കുറിപ്പ് എഴുതുന്നത്? ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ എന്തായാലും എ ഗ്രേഡ് ഉറപ്പാണ് കേട്ടോ. 5 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 2B എ ഓപ്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം 2 ബി ഓപ്ഷനാണ്. ഇതെന്തായാലും എഴുതണം. പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയ്ക്കു ശേഷം പീലിയുടെ കൂട്ടുകാരുടെ മനോഭാവങ്ങളിൽ വന്ന മാറ്റം തിരിച്ചറിഞ്ഞല്ലോ. മനോഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളിൽ യോജിക്കാത്തത് ഏതാണ്? ഇതിലേതാണ് യോജിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായത് യോജിക്കാത്തത്, ഓർത്തിരിക്കണം, യോജിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നഗരത്തിലും ഗ്രാമത്തിലും ഒരുപോലെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും. അപ്പോൾ ഇത് ശരിയല്ലേ? അപ്പോൾ യോജിക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല എന്ന് മനസ്സിലായി. യോജിക്കാത്തത്. ഇനി ഭാഷ ദേശഭേദം ഇല്ലാത്ത
എല്ലാവർക്കും ഒരുപോലെ പരിഗണന നൽകണം. അതും ശരിയല്ലേ? അതും ശരിയാണ്. അപ്പം യോജിക്കാത്തതെന്ന് പറയുമ്പോൾ ഇതുമല്ല. മുന്തിയ സൗകര്യങ്ങളുള്ള ജീവിതം മാത്രമാണ് സന്തോഷകരമായത്. ഇത് ശരിയാണോ? അല്ലല്ലോ. ഇത് എന്താണ്? യോജിക്കാത്തതല്ലേ? യോജിക്കാത്തതാണ്. മറ്റുള്ളവരുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അപ്പം ഇതും യോജിക്കാത്തതല്ല. അപ്പം ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഉത്തരം നമുക്ക് സി ഓപ്ഷനാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. മുന്തിയ സൗകര്യങ്ങളുള്ള ജീവിതം മാത്രമാണ് സന്തോഷകരമായത്. അതാണോ പീലിയുടെ ഗ്രാമത്തിലുള്ള പാഠത്തിൽ നമുക്ക് കിട്ടുന്നത്? അല്ലല്ലോ. മുന്തിയ സൗകര്യങ്ങളുള്ളവർക്ക് മാത്രമാണോ സന്തോഷമുള്ളത്? ഇല്ല, എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ ഓർത്തിരിക്കണം, യോജിക്കാത്തത് എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്, യോജിക്കുന്നത് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതൊരു പിക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആഴ്ച ചന്തകളും അതുപോലെ സൂപ്പർ മാർക്കറ്റും, നമുക്ക് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആഴ്ച ചന്തകളും അതുപോലെ സൂപ്പർ മാർക്കറ്റും. ചിത്രങ്ങൾ നിരീക്ഷിക്കുക. വ്യത്യസ്ത അനുഭവങ്ങളുമാണ് രണ്ട് കച്ചവട കേന്ദ്രങ്ങളും നമുക്ക് നൽകുന്നത് അല്ലേ? അപ്പോൾ അതിൽ പ്രാദേശിക ചന്തകളും ളെയും സൂപ്പർ മാർക്കറ്റുകളെയും താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇത് രണ്ടും താരതമ്യം ചെയ്തിട്ട്, താരതമ്യ കുറിപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. താരതമ്യം ഓക്കെ, താരതമ്യം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രാദേശിക ചന്തകൾ എന്ന് പറഞ്ഞാൽ ആഴ്ചച്ചന്ത. അപ്പം അതിൽ കർഷകർ നേരിട്ടാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. നേരിട്ടാണ് അല്ലെ? കർഷകർ നേരിട്ടാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. ഇനി വില കുറവായിരിക്കും അല്ലെ? നേരിട്ട് നമ്മൾ വാങ്ങുമ്പോൾ എന്തായിരിക്കും? വില കുറവായിരിക്കും. അതുപോലെ നാട്ടിൻപുറത്തെ കൃഷി ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും അല്ലെ? നാട്ടിൻപുറത്തുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ എന്താണ്? എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ ആഴ്ചച്ചന്തയിൽ. പിന്നെ ആളുകൾ തമ്മിൽ സൗഹൃദവും സാമൂഹിക ബന്ധവും വളരുന്നു. ആളുകൾ തമ്മിൽ എന്തുണ്ടാവും? അവിടെ ഒരു സൗഹൃദം ഉണ്ടാവില്ല, അവിടെ സംസാരിക്കാനിടയാവും. അപ്പോൾ നമ്മൾ വില കുറച്ച് തരുമോയെന്നൊക്കെ ചോദിക്കും. അതുപോലെ അപ്പോൾ എപ്പോഴും കാണുമ്പോൾ നമുക്കൊരു സാമൂഹിക ബന്ധവും അവിടെ വളരുന്നുണ്ട്. അതാണ് ആഴ്ചച്ചന്ത എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? സൂപ്പർ മാർക്കറ്റിൽ എന്താണ് പറയുന്നത്? വില സാധാരണയിൽ നിന്നും കൂടുതലായിരിക്കും. അപ്പോൾ ആഴ്ചച്ചന്തയെ അപേക്ഷിച്ച് വില കൂടുതലായിരിക്കും. എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് ലഭിക്കും. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ ലഭിക്കും. മറ്റേതാണെങ്കിലോ ഒരു സ്ഥലത്തല്ല ലഭിക്കുക, പലതും ആഴ്ചച്ചന്തയിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് വേണം വാങ്ങാൻ. പിന്നെ എന്താണ്? ശുചിത്വവും സൗകര്യവും കൂടുതലാണ്. ശുചിത്വം വളരെ കൂടുതലായിരിക്കും, സൗകര്യവും കൂടുതലാണ്. നമുക്ക് വാങ്ങാൻ ഒരു സ്ഥലത്തു നിന്നെല്ലാം കിട്ടും. പക്ഷേ എന്താണ്? വില കൂടുതലാണ്. ഉപഭോക്താവും ഉൽപ്പാദകനും നേരിട്ട് കണ്ടുമുട്ടാറില്ല. ഇതിൽ ഉൽപ്പാദകരാരാണ്? കൃഷി ചെയ്യുന്നവരെ നമ്മൾ നേരിട്ട് കണ്ടുമുട്ടാറില്ല അല്ലേ? ഉപഭോക്താവും ഉൽപ്പാദകരും എന്താണ്? നേരിട്ട് കണ്ടുമുട്ടാറില്ല. അപ്പോൾ ഇതാണ് ആഴ്ചച്ചന്തയും സൂപ്പർ മാർക്കറ്റും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോയിൻ്റായിട്ടും എഴുതാം, അല്ലെങ്കിൽ താരതമ്യ കുറിപ്പായിട്ടും എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതാം: കർഷകർ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ആഴ്ചച്ചന്തയിലാണ് വില കുറവായിരിക്കും ആഴ്ചച്ചന്തയിൽ, പക്ഷേ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ വില കൂടുതലായിരിക്കും. ഇങ്ങനെ നമുക്ക് കുറിപ്പ് രൂപത്തിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അതിൽ തന്നെ എത്രാമത്തെ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കൂട്ടത്തിൽ നിന്നും പീലിയുടെ ഗ്രാമത്തിൻ്റെ സവിശേഷതകളല്ലാത്ത ആശയം കണ്ടെത്തുക. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് പീലിയുടെ ഗ്രാമത്തിൻ്റെ സവിശേഷതകളല്ലാത്തതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുക കേട്ടോ. അല്ലാത്തത്. വിശാലമായ കൃഷിയിടങ്ങളുണ്ട് അല്ലേ? അത് ശരിയല്ലേ? വിശാലമായ കൃഷിയിടങ്ങളുണ്ട്. നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണമാണ് അല്ലേ? തിരക്കേറിയ നിരത്തുകൾ ആണോ? ലളിതമായ ജീവിതം, അത് ശരിയാണ്. പക്ഷെ തിരക്കേറിയതാണോ? തിരക്കേറിയ നിരത്തുകളല്ല. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിൽ നിന്നും തിരക്ക് എന്ന് പറയുമ്പോൾ ഗ്രാമത്തിലാണോ തിരക്കേറിയത്? അല്ല, പട്ടണങ്ങളിലാണ് തിരക്കുള്ളത്. അപ്പോൾ തിരക്കേറിയ നിരത്തുകളാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ചിത്രങ്ങൾ നിരീക്ഷിക്കുക കേട്ടോ. ചിത്രങ്ങൾ നോക്കുക. ഇവിടെ ആദിമ മനുഷ്യനും ഉണ്ട്, അതുപോലെ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുള്ള ആൾക്കാരുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ഓപ്ഷൻസ് നോക്കാം. ഏതാണ്? ഇതിൽ 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 4A എന്താണെന്ന് നോക്കാം.
ഓക്കെ. വസ്ത്രധാരണ രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എന്തെല്ലാം കണ്ടെത്തലുകൾ നടത്താനാകും? അതിൻ്റെ കാരണങ്ങൾ കൂടി എഴുതുക. അപ്പോൾ ആദിമ മനുഷ്യനും ഇപ്പോൾ ഉള്ള മനുഷ്യന്മാരും തമ്മിലുള്ള വസ്ത്രധാരണത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇതിൻ്റെ കാരണം എന്നും കൂടി എഴുതാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ആൻസർ? വസ്ത്രധാരണം എന്ന് പറയുന്നത് കാലാനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ, വസ്ത്രധാരണം. അപ്പോൾ ആദിമ മനുഷ്യരിൽ നിന്നും ആദ്യം അവർ ഇലകൾ, മൃഗങ്ങളുടെ തോല്, ചീര തുടങ്ങിയവയായിരുന്നു അവരുടെ വസ്ത്രം. പിന്നീട് നെയ്ത്തിലൂടെ തുണിത്തരങ്ങൾ ലഭ്യമായി. ഇന്ന് കാലാവസ്ഥ, സംസ്കാരം, മതം, ഫാഷൻ, തൊഴിൽ തുടങ്ങിയ പല കാരണങ്ങളാലാണ് വസ്ത്രധാരണത്തിൽ വ്യത്യാസം വരുന്നത് അല്ലേ. ആദ്യം ഇലകളും അതുപോലെ മൃഗങ്ങളുടെ തോലും അതുപോലെ ഇലകൾ, പലതരത്തിലുള്ള ഇലകളായിരുന്നു വസ്ത്രം. പിന്നെ തുണിത്തരങ്ങൾ വന്നു, നെയ്ത്തിലൂടെ തുണിത്തരങ്ങൾ വന്നു, പിന്നെ നൈലോൺ വന്നു. അതുപോലെ സംസ്കാരം അനുസരിച്ചിട്ടായി, മതം അനുസരിച്ചിട്ടായി, ഫാഷൻ അനുസരിച്ചിട്ടായി, തൊഴിലനുസരിച്ചിട്ട്, അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ വസ്ത്രധാരണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കതിൻ്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ. അടുത്തത് ബി എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ കൈത്തറി കേന്ദ്രം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കൈത്തറി കേന്ദ്രം അല്ലാത്തത്, അപ്പോൾ ബാലരാമപുരം എന്താണ്, ഒരു കൈത്തറി കേന്ദ്രമാണ്. അതുപോലെ കുത്താമ്പുള്ളി, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുത്താമ്പുള്ളി കൈത്തറി കേന്ദ്രമാണ്. അതൊരു കണ്ണൂരിലുണ്ട് കൈത്തറി കേന്ദ്രം. പക്ഷെ ആറന്മുള, അതിൽ ആൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. കാരണം ആറന്മുള എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരിക പിള്ളേരെ? ആറന്മുള എന്ന് പറയുമ്പോൾ ആറന്മുള കണ്ണാടിയാണ് നമുക്ക് ഓർമ്മ വരിക അല്ലേ. അപ്പോൾ കണ്ണാടിയാണ് അവിടെ പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ആറന്മുള കണ്ണാടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ കൈത്തറി കേന്ദ്രമല്ലാത്തത് ഏതാണ്? ആറന്മുളയാണ്. ആൻസർ എന്താണ്? ആറന്മുള. ഓക്കെ. ഇനി ഇതല്ലെങ്കിൽ എഴുതേണ്ടതാണ് അടുത്ത ക്വസ്റ്റ്യനാണ് 4B. വസ്ത്രനിർമ്മാണ പുരോഗതി, സ്പിന്നിങ് ജെന്നി, യന്ത്രത്തറി, കൃത്രിമ ചായങ്ങൾ, കൃത്രിമ നാരുകൾ, ഇങ്ങനെ കുറച്ച് ആശയ ഭൂപടം നമുക്ക് തന്നിട്ടുണ്ട്. ആശയപടം നിരീക്ഷിക്കൂ. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എഴുതുക. ഇതിലേതാണ് യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുന്നവ? നോക്കി ശ്രദ്ധിക്കണം, ഉൾപ്പെടുന്നവ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യന്ത്രങ്ങൾ വന്നതോടുകൂടി എന്തൊക്കെ വന്നു? വസ്ത്ര ഉൽപാദനത്തിലെ വർധനവുണ്ടായി. ഇത് ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഇത് എഴുതണം കേട്ടോ, ഇത് എഴുതണം. ഓക്കെ, മനസ്സിലാവണം എന്താണ് പ്രസ്താവനകൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതണം. പിന്നെ മനുഷ്യരുടെ അധ്വാന ഭാരം വർദ്ധിച്ചു, അത് ശരിയാണോ? അധ്വാന ഭാരം കുറയല്ലേ ചെയ്ത് യന്ത്രങ്ങൾ വന്നത് കാരണം. അപ്പോൾ ഇത് തെറ്റാണ്, അപ്പോൾ അത് എഴുതരുത്. പിന്നെ വസ്ത്ര വൈവിധ്യത്തിന് കാരണമായി, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ കാരണമായില്ലേ. അപ്പോൾ വസ്ത്ര വൈവിധ്യത്തിന് എന്തായി കാരണമായി? ഇത് യന്ത്രങ്ങൾ വന്നത് കാരണമായി. അപ്പോൾ ഇത് എഴുതണം. പിന്നെ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. പല റയോണ്, നൈലോൺ, അങ്ങനെ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. ഇതും ശരിയാണ്. അപ്പോൾ ഈ 3 നമുക്ക് എഴുതേണ്ടതാണ്. എഴുതണ്ടാത്തത് ഏതാണ്? ഇത് എഴുതണ്ട. ഓക്കെ, ഇത് തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4B. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കുറിപ്പ് എഴുതുക. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകൾ ഏതൊക്കെയാണ്? അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പോൾ കൃത്രിമ നാരുകളും വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകൾ മനുഷ്യനിർമ്മിതമാണ്. എങ്ങനെയാണ്? മനുഷ്യനിർമ്മിതമാണ് അല്ലേ, മനുഷ്യനിർമ്മിതമാണ്. ഓക്കെ, മനുഷ്യനിർമ്മിതമാണ്. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യനിർമ്മിതമാണ്. ഇവ പ്രകൃതിദത്ത നാരുകളിൽ നിന്ന് വ്യത്യസ്തമായി രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. രാസവസ്തുക്കളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ചില പ്രധാന കൃത്രിമ നാരുകൾ ഏതൊക്കെയാണ്? റയോൺ ഉണ്ട്, നൈലോൺ. ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് റയോൺ, നൈലോൺ എന്ന് മാത്രം എഴുതിയാൽ മതി. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ റയോണ്, അതുപോലെ നൈലോണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോളിസ്റ്റർ, ഇതൊക്കെ ഇതാണ് കൃത്രിമ നാരുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അടുത്ത പാർട്ട് 3 നമുക്ക് നോക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുവാണ്.